Hi all, welcome to today's webinar. Computer program എന്നുള്ള എക്സാമിന്റെ സ്ലോട്ട് വന്നത് എല്ലാവർക്കും അറിയാം, ജൂലൈ ടു സെപ്റ്റംബർ ആണ്. സോ പ്രോബബ്ലി ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ഇതിന്റെ എക്സാം വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് വെബിനാറിന്റെ കണ്ടന്റിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, രണ്ട് കാറ്റഗറിയിലാണ് ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ളൊരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പോസ്റ്റ് പറയുന്ന 125/2024 ആണ്. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിലോട്ടുള്ള പ്രോഗ്രാമർ ആണ്. അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ 242/2024 ആണ്. കേരാഫെഡ് ആണ്. അതിന്റെ വേക്കൻസിയുടെ ഇത് നമുക്ക് റിപ്പോർട്ട് ആയിട്ടുള്ളത് PSC സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന്റെ വേക്കൻസി 2 ആണ്. സോ ടോട്ടൽ 5 വേക്കൻസീസ് ആണ് നിലവിൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് വന്നിരിക്കുന്നത്. ആ വേക്കൻസീസ് ടെൻഡേറ്റീവ് ആണ്, അതിലും കൂടാനാണ് എപ്പോഴും സാധ്യതയുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വെബിനാറിന്റെ ഓവർവ്യൂയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ എക്സാം പാറ്റേൺ എന്താണെന്നുള്ളതാണ് പറയുന്നത്, അതിന്റെ സിലബസ്, ദെൻ അതിന്റെ സ്റ്റഡി പ്ലാനും എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമുക്ക് ഇനിയുള്ള ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. നമുക്കറിയാം പോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമർ എന്നുള്ളതാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. ഉറപ്പായിട്ടും നമുക്കൊരു പ്രോഗ്രാം തന്നിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുക മുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ പറയുന്ന ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ആണ്. സോ നമുക്ക് അതിന്റെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വെബിനാറിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 2 കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ആണ്. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 വേക്കൻസീസ് ഫ്രഷ് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതുപോലെ സെക്കൻഡ് കാറ്റഗറി വന്നിട്ട് 242/2024 ആണ്. അതിൽ കേരാഫെഡിന്റെ കീഴിലോട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയുടെ വേക്കൻസി എന്ന് പറയുന്നത് 2 ആണ് റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതുപോലെ തന്നെ PG പറയുന്നുണ്ട്, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ MSc മാത്സ്, അതുപോലുള്ളവർക്കെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരുന്നു. പിന്നെ MCA, അതുപോലെ തന്നെ PGDCA ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതായിരുന്നു. സോ ഇനി ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു എക്സാം പ്രിപ്പറേഷനിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഈ സെയിം സിലബസിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അതിന്റെ ഇപ്പം ഓൾറെഡി നമുക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് അല്ല, അതിന്റെ ആരൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ലിസ്റ്റ് ആയിരുന്നു വന്നത്. സോ അപ്പം അതിനകത്ത് വളരെ കുറച്ച്, ഒറ്റ വേക്കൻസിയിൽ വന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ ഒരു സെയിം കോമ്പറ്റീഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ വളരെ ഷോർട്ട് നോട്ടീസ് മാത്രമേ ആ പോസ്റ്റിന് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ അതിന്റെ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ എത്രത്തോളം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് കൂടെ ഈ വെബിനാറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ആദ്യം എക്സാം സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം OMR-ലാണ് നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. OMR-ൽ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കിംഗ് സ്കീം വരുന്നത് OMR-ലാണ് 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ സിലബസ് എന്ന് പറയുന്നത് 8 മോഡ്യൂൾ അടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള 4 സബ്ജക്ട്സുകളാണ് പ്രോഗ്രാമർ. അതിനകത്ത് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സിന് തന്നെയാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ മോഡ്യൂളിൽ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 100 ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് ഈച്ച്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്, എക്സാം സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മുൻപേ നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു മാർക്കിൽ നിന്ന് എത്ര നമുക്ക് ലോസ് ആവും, 0.33 മാർക്ക് ആയിരിക്കും നമുക്ക് ലോസ് ആവുന്നത്. എക്സാം ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സാമിനെല്ലാം തന്നെ 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്, അതായത് 90 മിനിറ്റ്സ്.
ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ക്രോസ് കട്ട് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? 100 ക്വസ്റ്റ്യൻസ് ആൻഡ് 90 മിനിറ്റ്സ്. ഞാൻ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. PSC എക്സാം, ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് ഏറ്റവും ഡിഫിക്കൽട്ട് പോർഷൻ ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്താണ് 1 മിനിറ്റ് നമുക്ക് കിട്ടുന്നത് ഇല്ല. ലെസ് ദാൻ 1 മിനിറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം സ്ട്രക്ചർ പറഞ്ഞത്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അതോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ സ്വായത്തമാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം പോലെ തന്നെ ഏതൊരു ടെക്നിക്കൽ എക്സാമും നിങ്ങൾക്ക് PSCയുടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ടൈം ഷെഡ്യൂൾ പാലിച്ച് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ടഡ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓൾറെഡി സ്ലോട്ടിന്റെ കാര്യം പറഞ്ഞു. ജൂലൈ ടു സെപ്റ്റംബർ ആണ് പറയുന്നത്. ജൂലൈ ടു സെപ്റ്റംബറിൽ എന്താണ് ഈ ഒരു ഫസ്റ്റ് സ്ലോട്ട്, അതായത് ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വീക്കിനോടുള്ളിൽ തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനെ ഒരു സ്ലോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു ജൂലൈ സ്ലോട്ടിൽ തന്നെ നമുക്ക് എക്സാം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ടൈം നീട്ടി കിട്ടുക എന്നുള്ളത് പഠിക്കുന്നത് മാറ്റിവെക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ റിവിഷനിലോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടൈം വിനിയോഗിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ടോപ്പിക്സ് ഒന്ന് ഓവറോൾ നോക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ സിലബസ് വന്നിരിക്കുന്ന ഇത്രയുമാണ്. അതായത് 8 മോഡ്യൂള് അടങ്ങിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്സ് ആണ്. ഡിസ്ക്രീറ്റ് മാത്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ മാത്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിന് പറയുന്ന മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് 12 മാർക്സ് ആണ്. ആ ഒരു ഒറ്റ മോഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്ക്. പിന്നെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതായത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, അതിനകത്ത് ഡിജിറ്റൽ ലോജിക്, നമ്പർ സിസ്റ്റംസ് മുതലായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ കൂടെ തന്നെ മൈക്രോ പ്രോസസറിന്റെ 1-2 ടോപ്പിക്കും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പുറകെ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഓവറോൾ ഈ ഒരു എല്ലാ മോഡ്യൂളിനെ പറ്റി പറയുവാണ്. പക്ഷെ ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൽ ഒരു വ്യത്യാസം ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് പ്രിഫറൻസ് കൂടുതലാണ്. ഇത് കണ്ടോ, 14 മാർക്സ് ആണ്. അതുപോലെ തന്നെ 14 മാർക്സ് വരുന്നത് പിന്നെ സെക്കൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗിലാണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ മോഡ്യൂളും, അതായത് 8 മോഡ്യൂളിനകത്ത് 2 മോഡ്യൂളിന് എന്താണ് മാർക്ക് പ്രിഫറൻസ് കൂടുതലുള്ളതുണ്ട്. ബാക്കി എല്ലാത്തിനും സെയിം മാർക്സ് പ്രിഫറൻസ് ആണ് ഉള്ളത്. ഇതിന്റെ നെക്സ്റ്റ് മോഡ്യൂൾ പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിംഗ് സബ്ജക്ട്സിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ. അതിന്റെ തേർഡ് മോഡ്യൂളിൽ C പ്രോഗ്രാമിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അലോങ് വിത്ത് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, പിന്നെ ഫോർത്ത് മോഡ്യൂളിൽ പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ആൻഡ് ജാവ. വീണ്ടും പ്രോഗ്രാമിംഗ് സബ്ജക്ട് ആയ C++ഉം അതുപോലെ തന്നെ ജാവയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോഡ്യൂളാണ്. മാർക്ക് ഡിവിഷൻ വരുന്നത് 12 മാർക്സ് ആണ്. പിന്നെ ഫിഫ്ത് മോഡ്യൂള് DBMS, കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ സബ്ജക്റ്റ് ആണ്. അത് ഏറ്റവും ഷോർട്ട് മോഡ്യൂൾ ആണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ MCQ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, നോർമൽ ഫോംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്ന ഒരു മോഡ്യൂളാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിലും എത്രയാണ് 12 മാർക്സിനാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്. പിന്നെ നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് 6th മോഡ്യൂളാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്. എഗെയിൻ പ്രോഗ്രാമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, വെബ് പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡ്യൂളാണ് 6th മോഡ്യൂൾ. അതിന്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് 12 മാർക്സ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് മാർക്ക് പ്രിഫറൻസ് കൂടുതലുള്ള മോഡ്യൂളാണ്. 14 മാർക്സ് ആണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം അത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫോർത്ത് പേപ്പർ ആണ്. അതിൽ നിന്ന് പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്ന ഒരു മോഡ്യൂളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സെയിം മാർക്ക് ഡിവിഷൻ ആണ്. സോ ഈ എൻറ്റയർ 8 മോഡ്യൂൾസ് വെച്ചിട്ട് കവർ ചെയ്ത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ടോട്ടൽ 100 മാർക്സിനാണ് ഈ ഇത്രയും 8 മോഡ്യൂളും കൂടെ ചേർത്ത് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലോട്ട് പോകാം. ഡിസ്ക്രീറ്റ് മാത്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ മാത്സ്, ഡിസ്ക്രീറ്റ് മാത്സ് കൂടാതെ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 12 മാത്സിനാന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ട്രൂത്ത് ടേബിൾസ്, നമുക്കറിയാം പ്രൊപ്പോസിഷണൽ ലോജിക്സ്, അതിന്റെ ഓൾജിബ്ര ഡിസ്കഷൻസ്, പിന്നെ എന്താ വരുന്നത് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. അത് കൂടാതെ +2 ബേസ്ഡ് ആയിട്ടുള്ള സെറ്റ്, അതിന്റെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, ബൈനറി റിലേഷൻസ് ആൻഡ് പാർഷ്യൽ ഓർഡേഴ്സ്. ഇത് ഇത്രയും നമുക്ക് അത്യാവശ്യം ബേസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസിനെ സ്റ്റുഡൻസിനെ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു +2 ബേസ്ഡിൽ നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ചുമ്മാ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാം ഈ സെയിം തന്നെ +2 നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വാല്യൂ k കൊടുക്കുക, 1 ആണെന്നുള്ളത് ആദ്യം പ്രൂവ് ചെയ്യുക, അതിനുശേഷം k എന്നുള്ള വാല്യൂ, പിന്നെ k+1 എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലെത്തുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് 1k, k+1 എന്നുള്ളത്. അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, ഇത് പറയുന്നത് എന്താണ്, എ നമ്പർ ഡിവൈസിബിൾ ബൈ 7 ബിറ്റ്വീൻ അല്ലെങ്കിൽ 1 and 100 അല്ലെങ്കിൽ 1 and 1000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോബബിലിറ്റി തിയറി. നമുക്ക് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് പ്രോപ്പർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് എപ്പോഴോ കണ്ട ഒരു ഓർമ്മയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോബബിലിറ്റി ആണ്. നമുക്ക് അതിന്റെ ആ ഓരോ ഫാക്ട്സും വരുമ്പോൾ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് ആ ഫാക്ടുകൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയും നമ്മളൊരു ഗസ് വർക്ക് നടത്തി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിസ്ക്രീറ്റ് മാത്സിൽ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സാമ്പിൾ സ്പേസ് ഉണ്ട്, ഇവന്റ്സ് ആൻഡ് പ്രോബബിലിറ്റി പറയുന്നുണ്ട്, പിന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി വരുന്നതിന്റെ കൂടെ തന്നെ യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റ്സ് ഓഫ് ഇവന്റ്സ് പറയുന്നുണ്ട്, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബയേഴ്സ് തിയറം. ഇതെല്ലാം നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ഏരിയ ആണ് ലീനിയർ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് ആ പാരാമീറ്റേഴ്സ് തമ്മിൽ എങ്ങനെയാണ് മാച്ചിങ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്താണ്, ആ സ്ട്രെങ്ത് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് തമ്മിൽ എങ്ങനെയാണ് അത് കണക്റ്റഡ് ആയിട്ടുള്ളത് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിഗ്രഷൻ മെത്തേഡ്സ് ഉണ്ട്. ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും ഈ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ട് കോറിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതല്ലാതെ ഏറ്റവും എന്താണ് തിയറട്ടിക്കൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് തിയറി ഓഫ് സാമ്പിളിംഗ് ആൻഡ് പോപ്പുലേഷൻ. സോ ഇത്രയും കൺസെപ്റ്റുകളാണ് മാത്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ എന്താണ് MSc മാത്സുകാരും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ ഡിസ്ക്രീറ്റ് മാത്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അത് കൂടാതെ ഡിസ്ക്രീറ്റ് മാത്സിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മാത്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതാണ് പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ പ്രോബബിലിറ്റി, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഇൻക്ലൂഡഡ് ആണ്. സോ വ്യക്തമായിട്ട് ഡെയിലി ബേസിൽ ചെയ്ത് പഠിക്കേണ്ട ഒരു മോഡ്യൂളാണ് ഡിസ്ക്രീറ്റ് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാം നമുക്ക് ബാക്കിയുള്ള മാത്സ് ഒക്കെ, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്സ് അല്ലെങ്കിൽ അതുപോലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു പോകാം. പക്ഷെ ഇത് അങ്ങനെയല്ല. പ്രോപ്പർ ആയിട്ട് ഓരോ ഫാക്ടുകൾ തമ്മിലുള്ള എന്താണ് ആ ഒരു എന്താണ് ഒരു റിലേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ പെട്ടെന്ന് കിട്ടുള്ളൂ. നമുക്ക് അധികം സമയമില്ല കളയാൻ. ഓൾറെഡി ഞാൻ സ്പെസിഫൈ ചെയ്തു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ലെസ് ദാൻ 1 minute. സോ എന്ത് ചെയ്യണം, ഇതിന്റെ മാക്സിമം ചെയ്ത് പഠിച്ചെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡും കിട്ടും, പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മോഡ്യൂൾ നമുക്ക് നോക്കാം. ടോപ്പിക്സ് ഏതൊക്കെയാണ്? 3 മോഡ്യൂൾസ് ആണ്, അല്ലെങ്കിൽ 3 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലെങ്തി മോഡ്യൂൾ ആണ്
ഇതിൽ ഏറ്റവും കോർ കൺസെപ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം നല്ല വാസ്റ്റ് ടോപ്പിക്കുകൾ വരുന്ന 3 സബ്ജക്റ്റുകളാണ്. അതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് നോക്കാം. ഈ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സിലബസിൽ നമുക്കറിയാം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ PSCയുടെ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ട് ഏതൊരു ടെക്നിക്കൽ എക്സാം നടത്തുമ്പോഴും അതിനകത്ത് മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്പർ സിസ്റ്റം. സോ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നമ്പർ സിസ്റ്റം ഏതൊക്കെയുണ്ടോ അതിന്റെ കൺവേർഷൻസും എല്ലാം നോക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ബൂലിയൻ എക്സ്പ്രഷൻസ് ഉണ്ട്. ആ ബൂലിയൻ ലോസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കുക. കെ-മാപ്പ് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. കെ-മാപ്പ് സിംപ്ലിഫിക്കേഷനകത്ത് SOP, POS മെത്തേഡ് ഉണ്ട്. പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് പ്രോഡക്റ്റ് ഫോം, അതിന്റെ കെ-മാപ്സ്, അതിന്റെ സിംപ്ലിഫിക്കേഷൻ. അതുപോലെ തന്നെ TTL ലോജിക് ഫാമിലീസ് ഉണ്ട്, CMOS ലോജിക് ഫാമിലീസ് ഉണ്ട്. അതിനകത്ത് ഫാൻ ഔട്ട് എന്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പവർ ഏതാണ് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏതാണ് ഏറ്റവും ഹൈ ഏതാണ് ഏറ്റവും ലോ എന്നുള്ള കമ്പാരിസൺ എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ. നെക്സ്റ്റ് വരുന്നത് കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ ആണ്. അതിനകത്ത് എന്തൊക്കെ വരാം, നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള എല്ലാ ലോജിക് ഡിസൈൻസും വരാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് മുതൽ കൗണ്ടേഴ്സ് വരെ ആയിട്ടുള്ള എല്ലാം കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിനകത്ത് വരാം. പിന്നെ ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ് അതെല്ലാം. പിന്നെന്താണ് പറയുന്നത്, അതുപോലുള്ള എല്ലാ ലോജിക് ഫാമിലിയിൽ നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം IC ചിപ്പിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുമോ അതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ സീക്വൻഷ്യൽ സിസ്റ്റം ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ കൂടെ ചെറിയൊരു ടോപ്പിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ബേസിക്സ് ഓഫ് മൈക്രോ പ്രൊസസർ. അതിനകത്ത് 8086 ആർക്കിടെക്ചർ ഉണ്ട്. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ബസ് ഓർ പിൻ ഡയഗ്രാം പ്ലസ് അതിന്റെ എന്താണ് ഓരോ ബസ്സും എത്ര ബിറ്റ് ആണെന്നുള്ളത് നോക്കുക. പിന്നെ ആർക്കിടെക്ചറിനകത്ത് വരുന്നത് കമ്പോണൻസ് ഏതൊക്കെയാണ്, മെമ്മറി ഉണ്ടോ, അതിന്റെ സ്പെസിഫിക്കേഷൻ, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ സ്കീം ഏതൊക്കെയാണ്, ഏതൊക്കെ ഇന്റർഫേസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അഡ്രസ്സിംഗ് മോഡ് ഏതൊക്കെയാണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. അഡ്രസ്സിംഗ് മോഡ് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മൈക്രോ പ്രൊസസറിൽ നിന്ന് കവർ ചെയ്താൽ മതി. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. അത് എന്താണ് നമുക്കറിയാം, മെമ്മറി, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഇതിന്റെ IO ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ അത് ഡിഗ്രി ലെവലാണേലും ശരി, ഇപ്പൊ BTech ലെവലാണേലും ശരി, എന്താണ് നമുക്ക് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ നിന്നാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്റ്റഡി തുടങ്ങുന്നത് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള ഇപ്പൊ BSc ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ BC അതുപോലെ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സോ എന്താണ് ഇതില് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ സ്പെസിഫൈ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻ ഇതിൽ പറയേണ്ടത് നമുക്ക് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്നൊരു പറഞ്ഞൊരു സംഭവം നമ്മുടെ COIക്കകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടും പറയുന്നത് നമുക്കറിയാം ഓരോ ആർക്കിടെക്ചറിനെയും ഡിഫർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാകും. ആ രജിസ്റ്റേഴ്സിനകത്തെ ഓരോ മൈന്യൂട്ട് ഓപ്പറേഷൻ, ഈവൻ എന്താണ് ഒരു അഡീഷൻ ഓഫ് R1 ആൻഡ് R2 എന്ന് പറയുമ്പോൾ രജിസ്റ്റർ 1 ആൻഡ് രജിസ്റ്റർ 2 തമ്മിലുള്ള അഡീഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോലും നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലുള്ള കുറെ മൈക്രോ ഓപ്പറേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ രജിസ്റ്റേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് കമ്പ്യൂട്ടറിൽ. ഓക്കെ, പിന്നെ പറയുന്നതാണ് പ്രോസസറിന്റെ അഡ്രസ്സിങ്, അതുപോലെ തന്നെ ബസ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഓൾറെഡി ഞാൻ മൈക്രോ പ്രോസസറിന്റെ പറഞ്ഞു. അതിനകത്ത് ഓരോ ആർക്കിടെക്ചറിനെയും ബേസ് ചെയ്തിട്ട് ഓരോ ബസ് ഉണ്ടല്ലോ, സിസ്റ്റം ബസ്, അതുപോലെ അഡ്രസ് ബസ്, കൺട്രോൾ ബസ്, പിന്നെ ഡേറ്റ ബസ്. ഇതെല്ലാം എത്ര ബിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ യൂണി ഡയറക്ഷണൽ ആണോ ബൈ ഡയറക്ഷണൽ ആണോ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അത് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് DMA ബേസ് ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ DMAയുടെ ഫുൾ ഫോം അല്ലെങ്കിൽ DMA ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മാപ്പിംഗ് സ്കീംസ് ഉണ്ട്. ആ ഒരു സൈക്കിൾ സ്റ്റീലിംഗ് മോഡൊക്കെ നമുക്കറിയാം, ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആ മോഡൊക്കെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ DMA ബേസ് ചെയ്തിട്ട്
PSC-യിൽ ചോദിച്ചു കാണാറുള്ളതാണ്. പിന്നെ വരുന്നത് മെമ്മറി ഓർഗനൈസേഷൻ. മെമ്മറി ഓർഗനൈസേഷനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പറയുന്നത് എന്താണ്? മെമ്മറി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതുകൂടാതെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് മെമ്മറി ഹൈറാർക്കി. ആ മെമ്മറി ഹൈറാർക്കിയെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇപ്പൊ രജിസ്റ്റർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കാഷെ മെമ്മറി ഏതാണ് ഹൈ, അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഏതാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാറുണ്ട്. പിന്നെ കാഷെ കോഹറൻസ്, നമുക്കറിയാം കാഷെ മെമ്മറി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? കാഷെ എന്നുള്ളത് ബേസ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തത്? ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാഷെ മെമ്മറി വർക്ക് ചെയ്യുന്നത്. സോ ആ കാഷെ മെമ്മറിയിൽ വരുന്ന കാഷെ കൊഹറൻസ്, ഒന്നിൽ കൂടുതൽ കാഷെ വരുമ്പോൾ എന്താണ് L1 കാഷെ, L2 കാഷെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാഷെ പഠിക്കുന്നുണ്ട്. അതിന്റെ കൊഹറൻസ് കൺസെപ്റ്റ് ആണ് ഈ ഒരു മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത്. പിന്നെ മോസ്റ്റ് വാസ്റ്റ് മോഡ്യൂൾ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു ടോപ്പിക് പോലും വിടാതെ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണ്? CPU ഷെഡ്യൂളിംഗ്, ഡെഡ് ലോക്സ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റംസ്, ഡിസ്ക് ഷെഡ്യൂളിംഗ്, പ്രോസസ് ത്രെഡ്സ് ആൻഡ് ദെയർ സിൻക്രണൈസേഷൻ. ഇത് പോകാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും വളരെ വാസ്റ്റും വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എത്ര പഠിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റ് ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPU ഷെഡ്യൂളിംഗ് ഉണ്ടല്ലോ, CPU ഷെഡ്യൂളിംഗിന്റെ എല്ലാ അൽഗോരിതംസും, ഏതൊക്കെ അൽഗോരിതംസ് ഉണ്ടോ അതെല്ലാ അൽഗോരിതംസും അതിന്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്തിരിക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഡെഡ് ലോക്കിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ്, ഡെഡ് ലോക്കിന്റെ അവോയ്ഡൻസ് ഏതൊക്കെയാണ്, ആ കീ ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതിലേതെങ്കിലും ഓഡ് വണ്ണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ മെമ്മറി മാനേജ്മെന്റ് നമുക്കറിയാം, അതുപോലെ തന്നെ ഫയൽ സിസ്റ്റംസ്, ഡിസ്ക് ഷെഡ്യൂളിംഗ്, പിന്നെ പ്രോസസ്സിനകത്തുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ത്രെഡിനകത്തുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്, ബ്ലോക്കിൽ നിന്ന് റണ്ണിങ്ങിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ന്യൂ ആണോ, എന്താണെന്നുള്ളത് കറക്റ്റ് അതിന്റെ കണക്ടിവിറ്റി മനസ്സിലാക്കിയിരിക്കുക. പിന്നെ റിയൽ ടൈം വോയിസ്, അതുപോലെ തന്നെ ക്ലോക്ക് സിൻക്രണൈസേഷൻ ആൻഡ് ടാസ്ക് ഷെഡ്യൂളിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ കുറച്ച് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച്, ഇപ്പൊ കൂടുതലും നമുക്കറിയാം ഫ്രീ ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്. എല്ലാ പൊതുവെ ഇപ്പം വൈറസ് അതുപോലത്തെയുള്ള ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് കൂടുതൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നുള്ളതാണ്. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ ലിനക്സിന്റെ പ്രോഗ്രാമിംഗ്, അതായത് ബോൺ ഷെൽ പ്രോഗ്രാമിംഗും കൂടെ നമ്മൾ പഠിക്കാനായിട്ട് ഈ ഒരു മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം CH മോഡൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രിഫറൻസസ് ഏതൊക്കെയാണ്, 777 ഈ വാല്യൂ എന്തിനാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മുതലായിട്ടുള്ള ഷെൽ സ്ക്രിപ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ വരെ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ്. ഈ ഓരോ മോഡ്യൂളും എത്ര ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളത് പിന്നീട് ഞാൻ പ്ലോട്ട് ചെയ്ത് ആ ഒരു അലൈൻ ചെയ്ത് എത്ര സ്റ്റഡി പ്ലാനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ജസ്റ്റ് ടോപ്പിക്സ്, ആ ഓരോ ടോപ്പിക്കും എത്ര വെച്ച് നിങ്ങൾ മനസ്സിലാക്കി കവർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂളിലോട്ട് പോവാം. ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എൻജിൻ 12 മാർക്സിനാണ് പറയുന്നത്. ഷോർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നെങ്കിലും ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആണ്. അതില് നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് പഠിക്കുന്നതിലും കൂടുതൽ ഇതിന്റെ പ്രോഗ്രാം കോഡ് കണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കാരണം ഉറപ്പായിട്ടും ഇതുപോലെയുള്ളതിന്റെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരിക്കും ചാൻസ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡാറ്റാ സ്ട്രക്ചർ. ഇപ്പം ഒരു ട്രീ ട്രാവേഴ്സിൽ തന്നു, പ്രീ ഓർഡർ തന്നിട്ട് അതിന്റെ പോസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഇൻ ഓർഡർ എഴുതുക, അല്ലെങ്കിൽ പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ തന്നിട്ട് ഇൻ ഓർഡർ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാഫ് തന്നിട്ട് അതിന്റെ മിനിമം സ്പാനിങ് ട്രീ, അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാനായിട്ട് ചാൻസ്. പിന്നെ എല്ലാ തരത്തിലുള്ള സോർട്ടിംഗ് അൽഗോരിതംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട് C പ്രോഗ്രാമിംഗ് ആണ്. ജസ്റ്റ് ഇതിന്റെ തിയറി പഠിച്ചാൽ പോരാ, പ്രോഗ്രാം കോഡായിട്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ വേരിയബിളും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം കോഡിനകത്ത് വരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും എല്ലാം മനസ്സിലാക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു
പ്രോഗ്രാമിംഗ് ഇൻ സി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ തിയറി പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഡെയിലി ബേസ്ഡ് ആയിട്ട് മാത്സ് പഠിക്കുന്ന പോലെ തന്നെ സി പ്രോഗ്രാമിംഗ് കോഡ് എടുത്തിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്തിട്ട് പഠിച്ചാലും മതി. നമുക്ക് എന്താണ് ഇപ്പൊ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. പണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കണമെന്നായിരുന്നു. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഗൂഗിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ സി കമ്പൈലർ, ഓൺലൈൻ ജാവ കമ്പൈലർ, അങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാം അന്നേരം തന്നെ ഫോണിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണുന്ന രീതിയിലാണ് എല്ലാ വെബ്സൈറ്റിലും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കി പഠിക്കാനാണ്. ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ഒരു PSC ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വേരിയബിളും അതുപോലെ ++A വന്നിട്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെന്റ് നടക്കുന്നത്, അതിന്റെ വാല്യൂസ് എങ്ങനെ ചേഞ്ച് ആകുന്നു, ജസ്റ്റ് നിങ്ങളൊരു ഓപ്പറേറ്റർ സൈൻ മാറ്റിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. സോ ഇത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്ത് പഠിക്കും, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. എന്നിട്ടായിരിക്കും ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ അതിന് ഷുവർ ആയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സോ വ്യക്തമായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാതെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഓവർവ്യൂ പറഞ്ഞ കൂട്ടത്തിൽ ഫോക്കസ് ഓൺ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ് എന്നുള്ളത് എടുത്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സബ്ജക്ട് വരുന്നത് 4th മൊഡ്യൂൾ ആണ്. മാർക്ക് ഡ്യൂറേഷൻ വരുന്നത് 12 മാർക്സ് ആണ്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ആൻഡ് ജാവ. അതിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന C++ന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ. സോ ഈ ഓരോ കൺസെപ്റ്റിനകത്തും, അതായത് C++ന്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഓരോന്നിനകത്തും എന്താണ് അതിന് എക്സാമ്പിൾസ്. ഇപ്പൊ പോളിമോർഫിസം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഏതൊക്കെയാണ്. ഇപ്പൊ ഓവർലോഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, അതിന്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് മാത്രം ഓവർലോഡിങ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള മുതലായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇൻഹെറിറ്റൻസ്, ഏത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് ജാവയിൽ ചെയ്യാൻ പറ്റാത്ത. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒരു ഇന്റർഫേസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള എല്ലാം മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പെട്ടെന്ന് ഒരു കോഡ് കാണുമ്പോൾ അത് എന്താണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് പിടികിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, ഫയൽ പ്രോസസ്സിംഗ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജാവ ബേസ്ഡ് ആയിട്ടുള്ളത്. ജാവ ആപ്ലെറ്റ്സ് ഉണ്ട്. ആപ്ലെറ്റ് ബേസ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്, ജാവയുടെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാം ഒരു ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് കൺവേർട്ടഡ് ടു ബൈറ്റ് കോഡ് ആണ്. ഇതൊരു പ്രീവിയസ് PSC ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജാവ കോഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റാപ്പർ ക്ലാസ്സസ്, അതുപോലെ തന്നെ മൾട്ടി ത്രെഡിങ്, സപ്പോർട്ട് ക്ലാസ്സസ്, വെക്ടർ, ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്, സ്റ്റാക്ക്, ഇന്റർഫേസ് ഒബ്സർവർ, ഇതിന്റെ എല്ലാ സിന്റാക്സ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുന്നത്, അതുപോലെ GUI ക്ലാസ്സസ് ഏതൊക്കെയാണ്, ജാവ IO ക്ലാസ്സസ് ഏതൊക്കെ, ആപ്ലെറ്റ് ക്ലാസ്, അതാ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ യൂസ് കേസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ തന്നിട്ട്, ഇപ്പൊ ഈ ജാവ ആപ്ലെറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഇതിലൊരു ഫംഗ്ഷൻ തന്നു, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് അതിന്റെ എന്താണ് വർക്കിംഗ് മനസ്സിലാക്കി പഠിക്കും. എങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സിന്റാക്സ് ഒക്കെ സെയിം ആക്കി തരും, പക്ഷെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിത്തരും. സോ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ബേസ്ഡ് 3rd and 4th മോഡ്യൂളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 5th മോഡ്യൂൾ ആസ് ഇറ്റ് ഈസ് എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് മോഡ്യൂൾ. ആൻഡ് ഇതിനകത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഈ കീസ്, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്. പ്രൈമറി കീ, ഫോറിൻ കീ, സൂപ്പർ കീ എക്സെട്ര. അതുപോലെ എന്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിനകത്തെ ഓരോ ആട്രിബ്യൂട്ടും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എങ്ങനെ ഒരു സ്ട്രോങ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു വീക്ക് എന്റിറ്റിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാ, അതിന്റെ റെപ്രസെന്റേഷൻ എന്താ, അല്ലെങ്കിൽ അതിന്റെ നൊട്ടേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ കൺവേർഷൻസ് അറിഞ്ഞിരിക്കുക. ഒരു നോർമൽ ഫോമിൽ നിന്ന് വേറൊരു നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന, ഇപ്പൊ ഗിവൺ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ ഉണ്ട്, അത് ഏത് നോർമൽ ഫോമിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. മിൻ, മാക്സ്, കൗണ്ട്, ആവറേജ്,
ഓക്കെ, മുതലായിട്ടുള്ള അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. സോ ഇതിന്റെ എല്ലാം പർപ്പസ് മാത്രം വളരെ സിമ്പിൾ ആണ് ഇത്. പിന്നെ നെസ്റ്റഡ് ആയിട്ടുള്ള സബ് ക്വറീസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ വ്യൂസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജോയിന്റ് റിലേഷൻസ് ഏതൊക്കെയാണ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ ജോയിൻസ് ഉണ്ട്, ഇക്യു ജോയിൻസ് ഉണ്ട്. ആ ഇക്യു ജോയിൻ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിനൊക്കെ ആ ടേബിൾ അതുപോലെ തന്നിട്ട് ഇതിനകത്ത് ലെഫ്റ്റ് ജോയിൻ പ്ലസ് റൈറ്റ് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് തരുമ്പോൾ അതിന്റെ പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളോടൊപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഇത് ട്രാൻസാക്ഷൻ ആസിഡ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ കൺകറൻസി കൺട്രോളിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺകറൻസി കൺട്രോൾ, അതുപോലെ തന്നെ ഷെഡ്യൂൾ, സീരിയലൈസബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രിഗറിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് വാട്ട് യു മീൻ ബൈ സ്റ്റോർഡ് പ്രൊസീജിയർ. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന പോലെ ഡേറ്റാബേസിനകത്ത് DBMSനകത്ത് നമ്മൾ ക്വറി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം DDL ആൻഡ് DML സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് കൂടാതെ നമ്മൾ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയർ കോൾസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് PLSQL പ്രോഗ്രാംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ എങ്ങനെയാണ് ആ മെത്തഡോളജി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് മോഡ്യൂള് 6th മോഡ്യൂളാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ്. ഇതിനകത്ത് 12 മാർക്സിനാണ് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ആർക്കിടെക്ചർ കമ്പാരിസൺ ആണ് പറയുന്നത്. 2 and 3 ടയർ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ്, ദെൻ വെബ് സെർവേഴ്സ് വരുന്നുണ്ട്, HTML ആൻഡ് XML. ഇത് കോഡ് തരാൻ ചാൻസ് ഉണ്ട്. ആ കോഡ് തന്നിട്ട് അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ XML ട്രീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, XML ട്രീയിൽ ഇന്ന വാല്യൂ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റൈൽ ഷീറ്റ്, ഇൻലൈൻ ഉണ്ട്, അതുപോലെ ഇൻലൈൻ സിൻടാക്സ് എങ്ങനെയാണ്, സ്റ്റൈൽ ടാഗിനകത്താണോ അതോ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ്, പിന്നെ വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വരുന്നത്. പിന്നെ PHP, ഇതറിയാലോ, PHPയുടെ ഫുൾ ഫോം ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. അത് ഇൻക്ലൂഡഡ് ആയിട്ട് പഠിക്കണം. പിന്നെ ഒരു ജാവ സെർവർ പേജ്, അതുപോലെ തന്നെ ASP.NET പ്രോഗ്രാമിംഗ്. അതാ പറഞ്ഞ മെയിൻ ആയിട്ടും പ്രോഗ്രാമർ എന്നുള്ള ഒരു ഈ പോസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക, എങ്ങനെ ഔട്ട്പുട്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസറിലോട്ട് നമുക്ക് പോയി മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെബ് പേജിംഗ്, പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള എന്താണ് അജാക്സ്, സിഗ്നലാർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. സോ അതിനകത്തുള്ള ഫങ്ഷൻസ് എന്തൊക്കെ യൂസ് ചെയ്യും, അതുപോലെ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കേണ്ടതുണ്ട്. ടോട്ടൽ മാർക്സ് 12 മാർക്സിനാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് 7th മോഡ്യൂള്. മാർക്ക് വെയിറ്റേജ് കൂടുതലാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. വോയിസ് പറഞ്ഞ പോലെ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന്, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇപ്പൊ ഏതൊരാൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സബ്ജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് നെറ്റ്വർക്ക്, അല്ലെ? ആ നെറ്റ്വർക്കിനകത്ത് എത്ര സിമ്പിൾ സബ്ജക്റ്റ് ആണെന്നും എത്ര സിമ്പിൾ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു നമ്മുടെ കയ്യിൽ നിന്നിട്ട് എക്സാമ്പിൾ ഇട്ട് പറയാൻ പറ്റും. അതുപോലത്തെ ടോപ്പിക്കാണ്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം വരുന്നത് എന്താണ്, ഓരോ പ്രോട്ടോകോൾസും ഡിഫറെന്റ് ആണ്. ഒരേ സിനാരിയോയിൽ തന്നെ നമ്മൾ പല പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. അത് ഓരോന്നും എവിടെ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതില് ഫസ്റ്റ് തന്നെ TCP/IP മോഡൽ, അതുപോലെ OSI മോഡൽ, റെഫറൻസ് മോഡൽ, അതുപോലെ ഓരോ എന്താണ് ലെയറിലും വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾസ് ആൻഡ് ഡിവൈസസ്, അതുപോലെ ടൈപ്പ് ഓഫ് മെസ്സേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നത് എന്താണ്, ഫിസിക്കൽ മീഡിയ ഓരോ ലെയേഴ്സിലും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ എന്താണ് ഫിസിക്കൽ മീഡിയം, ഏറ്റവും ഫസ്റ്റ് ലെയറിൽ വരുന്ന ഫിസിക്കൽ ലെയറിൽ ഉള്ള ട്രാൻസ്മിഷൻ മീഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കണം. എന്താണെന്നുള്ളത് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണോ എന്താണ് എന്നത് അറിഞ്ഞിരിക്കുക. അതുപോലെ മൾട്ടിപ്ലക്സിംഗ് ഡിഫറെന്റ് മെത്തേഡ്സ്, മീഡിയം ആക്സസ് പ്രോട്ടോകോൾസ്, നമുക്കറിയാം അലോഹ പോലെയുള്ള മീഡിയ ആക്സസ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതിന്റെ CDMA അതുപോലത്തെ പ്രോട്ടോകോൾസ് അറിഞ്ഞിരിക്കുക. ദെൻ ഇത് ഓരോന്നും അറിഞ്ഞിരിക്കുക. 802. ഇതൊരു ടേബിൾ ആക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ 802.3 മുതൽ 802.11 വരെ പ്രോട്ടോകോൾ ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ വയർലെസ് എതർനെറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ്, ഓക്കെ, അതുപോലെ ഈ പ്രോട്ടോകോൾ നമ്പർ ആയിട്ട് ചോദിക്കാറുണ്ട്, ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ റൂട്ടിംഗ് ആൻഡ് കൺജഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ TCP/IP
UDP. ഇതിനകത്ത് ഏതാണ് കണക്ഷൻ ഓറിയന്റഡ്, ഏതാണ് കണക്ഷൻ ലെസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കുക. അതൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്വിസ്റ്റ് ചെയ്യിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. DNSന്റെ പർപ്പസ് എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. അതിന്റെ പർപ്പസ് എന്താണ്? പിന്നെ ഇമെയിൽ പ്രോട്ടോകോൾസ്. ഇമെയിൽ പ്രോട്ടോകോൾസിനകത്ത് എപ്പോഴും പറയുന്നത് എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുകൂടാതെ പോപ്പ് എന്നുള്ള പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ പറയാറുണ്ട്. സോ അതെല്ലാം എക്സാമ്പിൾ ആയിട്ട് പഠിക്കുക. ഇത് കൂടാതെ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. ഓക്കെ, ആ ക്രിപ്റ്റോഗ്രഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എൻക്രിപ്ഷൻ മെത്തേഡ്സ്, അതായത് റെഗുലർലി യൂസ് ചെയ്ത് വന്നിട്ടുള്ള എൻക്രിപ്ഷൻ മെത്തേഡ്സ്, അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ എൻക്രിപ്ഷൻ മെത്തേഡ്സും യൂസ് ചെയ്തിരിക്കുന്നത്. സോ സിമെട്രിക് ആണ്, അസിമെട്രിക് ആണ്. ഇതിൽ പബ്ലിക് കീ വെച്ചിട്ടാണോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്? ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബോബ് ആൻഡ് മർലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ തന്നിട്ട് ബോബിന്റെ കയ്യിൽ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതർ എൻഡിൽ എന്ത് വെച്ചിട്ടാണ്? ഈവൻ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ഇതിന്റെ പ്രോബ്ലംസ്, BES AESന്റെ ഒക്കെ എത്ര വെച്ചിട്ടാണ് കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്, അതിന്റെ പബ്ലിക് കീ യൂസ് ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ വൈറസസ് ആൻഡ് ട്രസ്റ്റഡ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈറസസ് ഏതൊക്കെ? കെർബ്രോസ് എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ സിനാരിയോ എന്താണ്, എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഇത്രയും ക്രിപ്റ്റോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് സോക്കറ്റ് പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡഡ് ആണ്. TCP പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഓരോ സോക്കറ്റും അതുപോലെ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ, യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസ്, ഈ പ്രോട്ടോകോൾസിന്റെ എല്ലാം ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ RMI മെത്തേഡ്സ് ഏതൊക്കെ? അത് SOAP, UDDI ആൻഡ് അതർ വെബ് സർവീസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രോഗ്രാമിംഗ് ബേസ്ഡ് തന്നെ പ്രോട്ടോകോളും അതിന്റെ നമ്പേഴ്സും വെച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. എൻറ്റയർ മാർക്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 14 ആണ് വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ ആൻഡ് ദ ലാസ്റ്റ് മോഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. 12 മാർക്സിനാണ്. നമ്മൾ യൂഷ്വലി സ്കിപ്പ് അടിക്കാറുള്ള ഒരു മോഡ്യൂളാണ് ഇത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ഇതിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. സിസ്റ്റം മോഡലിംഗ്, അതായത് ER മോഡലിംഗ് വരാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡലിംഗ് വരാം. അതിന് ലൈഫ് സൈക്കിൾ മോഡൽസ്. ആ ലൈഫ് സൈക്കിൾ മോഡൽസിനകത്ത് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സ്പൈറൽ മോഡൽ നോക്കുക, വാട്ടർഫോൾ മോഡൽ നോക്കുക, അജൈൽ മോഡൽ നോക്കുക. ഈ 3 ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ ഒരു ഈ ഒരു മോഡ്യൂളിൽ. അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ മെത്തേഡ്സ്, വാലിഡേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം SRS, ഓക്കെ, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണ്, അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്. ഓരോന്നിന്റെയും പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു പാരഗ്രാഫ് കണക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് SRS ഡോക്യുമെന്റ് ആണ് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയൽ ടൈം സിനാരിയോ ക്വസ്റ്റ്യൻസ് ആകും ഈ ഒരു SRSന് ചോദിക്കേണ്ടത്. സോ SRS എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ വായിച്ചോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയോ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന്റെ ആദ്യം വായിച്ച് അവസാനം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് സിസ്റ്റം മോഡൽസ്, ഡേറ്റ മോഡൽസ്, ഒബ്ജക്ട് മോഡൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ, അതാ ഞാൻ പറഞ്ഞത് നമുക്കൊരു എക്സാമ്പിൾ പോലെ തന്നു, ഒരു സിനാരിയോ തന്നിട്ട് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളതൊക്കെ. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട് അതിനകത്ത്. ഇതും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണോ വൈറ്റ് ബോക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തില്ല മുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു 8 മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്നും 12 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ ഈ മോഡ്യൂളിൽ പറഞ്ഞത്. അങ്ങനെ മാത്രമേ ജനറലി ചോദിച്ചു കാണാറുള്ളൂ. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഇത്രയും ടോപ്പിക്സ് എങ്കിലും ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ 120 ഡേയ്സ് കൊണ്ട് ഈ ഇത്രയും സബ്ജക്ട്സ് പഠിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. അതില് 8 മോഡ്യൂൾ ഞാൻ
ഈ ഒരു 120 ഡേയ്സിൽ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏതാണ്? സെക്കൻഡ് മോഡ്യൂളിനും സെക്കൻഡ് ലാസ്റ്റ് മോഡ്യൂളിനുമാണ്. സോ ഏറ്റവും കൂടുതൽ ഡേയ്സ് അലോട്ട് ചെയ്തിരിക്കുന്നത് ഈ 2 മോഡ്യൂളിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം എത്ര കവർ ചെയ്താലും എത്താൻ പാടില്ല പോലെ ചവറ് പോലെ ടോപ്പിക്സ് ഉണ്ട് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിലും. പക്ഷെ നമുക്കത് അധികം സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വെയിറ്റേജ് കൂടുതലുള്ള മോഡ്യൂളാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം 12 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് 2 മാർക്ക് കൂടെ എക്സ്ട്രാ ആണ്. പക്ഷെ എന്താണ്, നമ്മൾ ആദ്യം തന്നെ അത് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും ഒരു പാരലൽ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ സെക്കൻഡ് മോഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പേര് വായിക്കുമ്പോൾ തന്നെ ഞാനിപ്പം സിലബസ് ഇത്രയും കവർ ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോന്നിനകത്തും എന്തെല്ലാം ടോപ്പിക്കുകൾ മെയിൻ ആയിട്ട് നോക്കണം എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് 2 മോഡ്യൂൾ കവർ ചെയ്യും. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കവർ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോട്ടോകോളിന്റെ ഫുൾ ഫോംസ്, പോർട്ട് നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഈ 2 മോഡ്യൂൾ കവർ ചെയ്തതിന് ശേഷം സെക്കൻഡ് മോഡ്യൂളിൽ ഒരു 16 ഡേയ്സ് എടുക്കുക. അതുപോലെ 7th മോഡ്യൂൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്, വാസ്റ്റ് ആണ്. ഈ 120 ഡേയ്സ് സ്റ്റഡി പ്ലാനിനകത്ത് ഒരു 18 ദിവസം മാറ്റി വെച്ചാൽ ഏകദേശം ആ മോഡ്യൂളിൽ നിന്ന് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിവിഷൻ ചെയ്യാൻ പാകത്തില് എന്താണ് ദിവസങ്ങൾ ബാക്കി കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ പ്രോബ്ലമാറ്റിക്കും കൂടാണ്. സോ ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിനും അതുപോലെ തന്നെ പിന്നെ ഒരു 14 ഡേയ്സ് കൊടുത്തിട്ടുള്ളത് DBMS-നും. കാരണം നമുക്കറിയാം DBMS-ന്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 ടോപ്പിക്സ് മാക്സിമം ഉള്ളൂ. കാരണം നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുറച്ച് സംഭവങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ കീസ്, ER മോഡല്, പിന്നെ എന്താണ് അതിനകത്ത് പറഞ്ഞത്, ട്രിഗേഴ്സ്, അതുപോലെ തന്നെ PLSQL പ്രോഗ്രാംസ്, പിന്നെന്തൊക്കെയാ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വളരെ കുറച്ച് ടോപ്പിക്കേ വരുള്ളൂ. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇൻ ഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇക്യു ജോയിൻ ഞാൻ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ABC വാല്യൂസ് മാത്രം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഓരോ ഇക്യു ജോയിൻ ചെയ്യുമ്പോൾ, നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഏത് റോ ആണ് ഏത് കോളമാണ് അങ്ങനെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. സോ അതിനൊരു 14 ഡേയ്സ് എടുക്കുക. അതിനുശേഷം പിന്നെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാം. ഇതിനകത്ത് വലിയ സീനില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചേഴ്സ് 2 ടയർ ആൻഡ് 3 ടയർ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അതിനുശേഷം വെബ് പ്രോഗ്രാമിംഗ് ആണ്. അതിനകത്ത് HTML, XML അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ജസ്റ്റ് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. ചിലപ്പോൾ ടാഗ് ആയിരിക്കും ചോദിക്കുന്നത്, MT ടാഗ് അല്ലെങ്കിൽ ഇമേജ് ടാഗ് അതിന്റെ സ്പെസിഫൈ ചെയ്യുന്ന, പിന്നെ ഇൻലൈൻ ആയിട്ട് എങ്ങനെയാണ് സ്റ്റൈൽ ടാഗിനകത്ത് വാല്യൂസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു മോഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 12 ഡേയ്സ് ആണ് അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന 12 ഡേയ്സ് അലോട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് മോഡ്യൂളാണ് ഡിസ്ക്രീറ്റ് മാത്സ്. ഇതിന് ഞാൻ 12 ഡേയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇച്ചിരി ടഫ് ആണെന്ന് തോന്നുന്ന മോഡ്യൂളാണ് ഡിസ്ക്രീറ്റ് മാത്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ കൂടെ, നിങ്ങൾക്ക് സ്വയമേ തോന്നുന്ന ഈസി ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഇതിനെ ക്ലബ് ചെയ്യാൻ നോക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, നമുക്ക് ചെയ്ത് പഠിക്കണം. സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ മറ്റേതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയായിരിക്കും. അതുപോലുള്ള സബ്ജക്റ്റിന്റെ കൂടെ നിങ്ങൾ ഇത് ക്ലബ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അത് കുറെ ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്യുക, അതിന്റെ ഡിസഡ്വാൻറ്റേജ് പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക, ഏത് സന്ദർഭത്തിലാണ് ഇന്ന മോഡൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സോ അതിന്റെ കൂടെ മാക്സിമം ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്ക്രീറ്റ് മാത്സ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗ് എല്ലാം കൂടെ അടുപ്പിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല സിനാരിയോസ് മിക്സ് ചെയ്ത് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് CPP നോക്കുക. അതുപോലെ തന്നെ ജാവയുടെ എല്ലാ കോഡും, എല്ലാ മെത്തേഡ്സും, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉള്ള ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ കോൾസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മസ്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ ടോട്ടലി ലാസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൂടെ കവർ ചെയ്തിട്ട് വരുമ്പോൾ ടോട്ടൽ നമുക്ക് ഈ 120 എന്നുള്ളത് മാറ്റി ഒരു 108 ഇതിൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ എടുക്കരുത്. കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനല്ല പോകുന്നത്. നമുക്ക് S എന്നുള്ള ഔട്ട്സ്റ്റാൻഡിങ്
ഗ്രേഡ് കിട്ടാനല്ല പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത്? MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ആ MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാതെ ചോയ്സ് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. എങ്കിലും മാത്രമേ നമ്മൾ ചുമ്മാ ഒരു റാങ്ക് ലിസ്റ്റ് കയറുമല്ല, ആ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമ്മൾ എത്തണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഒരു പ്രോഗ്രാമറിന് 3 വേക്കൻസിയും വേറൊരു പ്രോഗ്രാമറിന് 2 വേക്കൻസി, രണ്ടും കൂടെ ടോട്ടലി റിപ്പോർട്ടഡ് 5. ഓക്കെ, ഇനി എക്സാം നടത്തി RT എല്ലാം കൂടെ കൂടി നമുക്കൊരു 10+ എങ്കിലും വേക്കൻസി നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. എങ്കിൽ പോലും ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എല്ലാം കൂടെ കൂട്ടി ഈ ഒരു എക്സ്റ്റൻഷൻ, കാരണം ഓൾറെഡി പ്രോഗ്രാമറിന് ഒരുപാട് പേര് ഇപ്പോഴും എന്താണ് ആ ഒരു പോസ്റ്റിൽ എന്താണ് കയറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പൊ നമുക്ക് കറന്റ്ലി 3-2 എന്നുള്ള വേക്കൻസിയിൽ ചുരുങ്ങിയിരിക്കുന്നത്. ഇനിയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ 8 മോഡ്യൂളും പഠിച്ച് ഏറ്റവും ടോപ്പിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തെത്തുന്ന ഒരു ലെവലിൽ എത്താം. ഓക്കെ, സോ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൺസെപ്റ്റ്സ് ഓറിയന്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വരാൻ ഒരു 108 ഡേയ്സ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 12 ഡേയ്സ് എടുക്കേണ്ടത് റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഇത്രയും സബ്ജക്ട്, അതായത് നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം എടുത്ത് പഠിക്കുന്ന സബ്ജക്ട് എല്ലാം കൂടെ 8 മോഡ്യൂളാക്കി ചുരുക്കി ഇത്രയും ദിവസത്തിനുള്ളിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഹെക്ടിക് ആക്കുമെന്ന് ഒന്ന് ഓർത്ത് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലോഡ് എത്രയായിരിക്കും. സോ ആ വർക്ക് ലോഡ് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ റിവിഷനും കൂടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് എന്താണ് നമുക്കതൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ ആൻസർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒരു വില്ലനായിട്ടുള്ള ഒരു 0.33 ഉണ്ട്. ഈ 0.33 മാത്രമായിരിക്കാം നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ഏറ്റവും പുറകിലോട്ട് കൊണ്ടുവരുന്നത്. സോ ഒരു 0.33 പോലും നമുക്ക് വരാതെ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള മാർക്സ് ഗെയിൻ ചെയ്തെടുക്കാനാണ്. സോ നിങ്ങളൊരു 108 ദിവസം സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു 12 ദിവസം റിവിഷൻ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്യാനിരിക്കും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 മോഡ്യൂളിന്റെ മാർക്ക് ഡിവിഷൻ പറഞ്ഞല്ലോ, 8 മോഡ്യൂളിൽ 6 മോഡ്യൂൾസ് 12 മാർക്കിനും ഒരു 2 മോഡ്യൂള് 14 മാർക്കിനുമാണ് തന്നിരിക്കുന്നത്. ഇതേ മോഡലിൽ തന്നെ ചെയ്ത് പഠിക്കും. കാരണം നിങ്ങൾ ആ സിറ്റീസ് ഒരു PSC എക്സാം തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മുടെ അക്കാദമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ റിവിഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി റിവിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അതിന് കൂടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. കാരണം നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന 8 മോഡ്യൂളിലെ നോട്ടും കൂടെ നമുക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ആ ഒരു തലേ ദിവസമോ അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ടോ ഒന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം മതി. എന്ന് കരുതി എല്ലാ പോയിന്റ്സും വേണ്ട, നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ഇതൊന്നും കൂടെ നോക്കിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചില പോയിന്റ്സ് മാത്രം കാണും. അതിനെ ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുക. ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ തന്നെ നമുക്ക് ഫിഗേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പല മോഡൽസ് തമ്മിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാവും. സോ അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് റിവിഷൻ ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യുക. പിക്ടോറിയൽ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 മോക്ക് ടെസ്റ്റുകളെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക ഈ ഒരു മാർക്കിന്റെ ബേസിൽ തന്നെ. പിന്നെ OMR പ്രാക്ടീസ് ചെയ്യുക. OMR പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കിങ്. നമുക്കറിയാം, എത്ര നമ്മൾ PSC എക്സാം എഴുതിയെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്യാൻ വരും. അപ്പൊ നമ്മുടെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് തന്നെ വേറൊരു ഇതിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 4 ഓപ്ഷനകത്ത് നമ്മൾ സ്കിപ്പ് അടിച്ച് 20, 21, 22, 23 ഇങ്ങനെ നീട്ടിപ്പിടിച്ച് OMR ഷീറ്റിൽ ഇരിക്കുക. നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോയി കുത്തുന്നത് 21 അല്ലെങ്കിൽ 22 നോക്കാം. 21 നമ്മൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊന്ന് ആൻസർ D എന്ന് കണ്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് 20ന്റെ B ആയിരിക്കും കൊടുത്തത്. അടുത്ത 22ന്റെ D എന്ന് പറഞ്ഞു. പക്ഷെ 21 നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങോട്ട് പോയി മാർക്ക് ചെയ്യും 21 പോയി. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാത്തതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും. സോ നിങ്ങൾ ആ ഒരു ഫൈനൽ ടൈമിൽ എന്ത് ചെയ്യുക? മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലുള്ള ഈ ഒരു 0.33യുടെ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളെ പിന്നോട്ട് വലിക്കാതെ
മാക്സിമം ടോപ്പ് റേഞ്ചിൽ നിങ്ങളെ എത്താനായിട്ട് സഹായിക്കും. ഓക്കെ. പിന്നെ റെഫറൻസുകൾ. ഈ റെഫറൻസുകൾ എന്ന് പറയുന്നത് UGC നെറ്റ്. കാരണം ഇത് പറയാൻ കാര്യമുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള കോർ സബ്ജക്ട്സുകളെല്ലാം തന്നെ എവിടെ ഇൻക്ലൂഡഡ് ആണ്? നെറ്റ് ഗേറ്റിനല്ലേ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ആ ഒരു കോംപ്ലക്സിറ്റി ലെവൽ ഹൈ പിടിച്ചെങ്കിൽ മാത്രമേ PSCയിൽ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു നോർമൽ ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഈ നെറ്റിന്റെ ഗേറ്റിന്റെ എല്ലാം PYQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് ഓരോ സൈറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കോർ കൺസെപ്റ്റുകൾ പഠിക്കാൻ എപ്പോഴും നല്ലത് ഇപ്പൊ ഈ ഡാറ്റാബേസിന്റെ ഒക്കെ പറഞ്ഞ പോലെ സിൽവർ ഷാർട്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ പറഞ്ഞത് ആൻഡ്രൂസ് ടാനൻബോം, അതുപോലെയുള്ള ഓരോ സബ്ജക്റ്റിനും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുക. പിന്നെ ഈ ഔട്ട്പുട്ട് കാണുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് W3 സ്കൂൾസിന്റെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഓരോ ടാഗുകളൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇപ്പൊ നമുക്ക് വലിയ പരിചയമില്ല. സോ അങ്ങനെയുള്ളതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ പഠിക്കുക. ബാക്കിയുള്ള കൺസെപ്റ്റ് വായിച്ച് പഠിക്കുന്നതിന് ഇക്വലന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ. പിന്നെ നമ്മള് എന്താണ് UGC ബേസ്ഡ് നെറ്റിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമറിന് ഇറക്കിയ ഒരു ബുക്കായിരുന്നു ഈ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ലേണിംഗിന്റെ ഇതിലുള്ള. അതിന്റെ ഓൾറെഡി 2 എഡിഷൻ സോൾഡ് ഔട്ട് ആയി. ന്യൂ വേർഷൻ, അതായത് ന്യൂ പ്രിന്റഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണെന്നാണ് അറിയുന്നത്. സോ ഇത് നിങ്ങൾക്ക് എന്താണേലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ എല്ലാ ഇപ്പൊ ഒരു OSന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 400 ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ഈ ഇരുന്ന് തിയറി വായിച്ചു പോകുന്ന പോലെയല്ല, ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ബുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു 10 ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി നമുക്ക് കിട്ടും. സോ ഇങ്ങനെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ട് കിട്ടും. കാരണം പഠിച്ചില്ല എന്നാ ഇന്നിനി പഠിക്കാനുള്ള സമയം എനിക്കൊരു ഹാഫ് ആൻ അവറേ ഉള്ളൂ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 8 മൊഡ്യൂളിനകത്തെ ഒരു എന്താണ് ഡെയിലി ബേസ്ഡ് ഒരു 20 ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ തിയറിയാണ് വായിച്ചു വരുന്നുള്ളൂ, പ്രോബ്ലംസ് കുറവുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അന്നേരം പിന്നെ ചിലപ്പോൾ പഠിക്കാൻ എടുക്കുമ്പോൾ ഫോണിന് ചാർജ് കാണില്ല, ലാപ്പിന് ചാർജ് കാണില്ല. സോ ഫിസിക്കലി ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പോലും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സംഭവിക്കും. ഇപ്പൊ ആർക്കും ഇല്ലാത്തത് മെയിൻലി ടൈമാണ് അല്ലെ. നമ്മൾ പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു എന്താണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു PG പഠിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഇങ്ങനെയും നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടി ടൈം, PSCക്ക് പഠിക്കാനിരിക്കുമ്പോഴാണ് ഇപ്പൊ ആർക്കും ടൈം ഇല്ലാത്ത അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ടൈം ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, പക്ഷെ നമ്മൾ വെറുതെ സമയം കളയുവാണല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്കലി ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു ടൈം എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം പ്രിപ്പറേഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഒരു 200 അല്ലെങ്കിൽ 300 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. ഒരു കോംപ്ലക്സിറ്റി ബേസ്ഡ് ഏറ്റവും ഇപ്പൊ നമ്മൾ റെഗുലർലി കണ്ടുവരുന്ന കുറെ ഈസി ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, കോംപ്ലക്സ് ബേസ്ഡ് ആയിട്ട് തന്നെ മിക്സ്ഡ് അപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഇനി അതല്ല, നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡിഫറെന്റ് സൈറ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കണം. ഏറ്റവും ബേസിക്കിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക സാൻ ഫൗണ്ടറി എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് പേജസ് ആണ് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളത്. ഓക്കെ. പിന്നെ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റീസൺ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ PSCയുടെ ജനറൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും ഓരോ ഓപ്ഷനും PSC ചോദിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ PSCയുടെ ടെക്നിക്കൽ എക്സാമിന് ഓരോ ഓപ്ഷനും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സൈറ്റാണ് textbook.com. പിന്നെ എക്സാം റഡാർ, അതുപോലെ തന്നെ ജാവാറ്റി പോയിന്റ്, ഇതെല്ലാം നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ജാവാറ്റി പോയിന്റ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എക്സാം വരെ ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് എല്ലാ കോർ പേപ്പറിന്റെയും. അതുപോലെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ ഞാൻ പറഞ്ഞല്ലോ, 8 മോഡുകളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്ജക്ട്സും ഒരുപാട് ക്വസ്റ്റ്യൻസും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് ഈ സൈറ്റിൽ നിന്ന്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ആദ്യം നിങ്ങളുടെ കറണ്ട് നോളജ്, ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ദെൻ
സെറ്റ് സ്മാർട്ട് ഗോൾസ്. അതായത് ഇപ്പൊ നമ്മൾ ചുമ്മാ വേഗമായിട്ട് പഠിച്ചു പോകാതെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 12 ഡേയ്സിനുള്ളിൽ ഇന്ന സബ്ജക്ട് തീരുമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആ 12 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ആ സബ്ജക്ട് പഠിച്ചു തീർക്കാനായിട്ട് നോക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് ക്രിയേറ്റ് സ്ട്രക്ചേർഡ് സ്റ്റഡി ഷെഡ്യൂൾ. അതായത് നമ്മൾ ചുമ്മാ ഈ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു സമയമില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്ത് പഠിക്കുവാണ്. ഒരു 108 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു. ഓക്കെ. ആ 108 ദിവസത്തില് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇപ്പൊ പലരും ചിലപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അപ്പൊ ഡെയിലി ട്രാവലിംഗ് കാണും. അതെല്ലാം കൂടി നോക്കിയിട്ട് ഒരു 2 hours അല്ലെങ്കിൽ ഒരു മിനിമം 1 hour എടുത്താലും മതി. കാരണം നിങ്ങൾ മിനിമം 1 hour എടുത്താലും ഈ ഈ റേസിൽ നിങ്ങൾ ഫ്രണ്ടിലാണ്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവർ മാത്രമേ PSCയുടെ മെയിൻ ലിസ്റ്റിൽ വരാറുള്ളൂ, ജോലി വാങ്ങിക്കാറുള്ളൂ. സോ വ്യക്തമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഷെഡ്യൂൾ നിങ്ങൾ കൊണ്ടുവരിക. അതിനായിട്ട് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ്. എങ്ങനെ നമ്മൾ 1 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, ആ 1 മണിക്കൂർ ചുമ്മാ വായിച്ച് പഠിക്കാതെ എന്തൊക്കെ കൺസെപ്റ്റ് പഠിച്ചു, അതെങ്ങനെയാണ് എക്സാം എഴുതി, അതിനകത്തുനിന്ന് എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ ഇത് റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. സെയിം സിലബസ് ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ഓടിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇതിന്റെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ എത്രത്തോളം ആ ഒരു കോംപ്ലക്സിറ്റി നമ്മുടെ എക്സാമിന് വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. മാത്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് പരിചയം. കണ്ടോ, പ്രോബബിലിറ്റിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? സിമ്പിൾ നമ്പേഴ്സ് ആണ്, കാൽക്കുലേഷൻസ് സിമ്പിൾ ആണ്. ഇത് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്ന പ്രോബബിലിറ്റിയുടെ ഷുവർ ക്വസ്റ്റ്യൻ എല്ലായിടത്തും കാണുന്ന. പക്ഷെ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന സിനാരിയോ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഞാൻ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ സിലബസ് നിങ്ങളോട് പറഞ്ഞു. ഇനി പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നത് എന്നുള്ളത് വെയിറ്റേജ് കൊടുത്ത്. ഇത് കണ്ടോ, അഡ്രസ് ബസ് ആൻഡ് ഡേറ്റാബേസിന്റെ സൈസ് ചോദിച്ചിരിക്കുന്നുണ്ടോ 8086 മൈക്രോ പ്രോസസറിനകത്ത്. സോ അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഇത് കണ്ടോ, COA എന്നൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ, പ്രോബ്ലമാറ്റിക് ഇല്ല. വീണ്ടും പ്രോഗ്രാമിംഗ് ഇൻ C വന്നു കഴിഞ്ഞപ്പോ ഇത് കണ്ടോ, പ്രോഗ്രാം കോഡാണ് നമുക്ക് തരുന്നത്. ഓക്കെ. പിന്നെ ലിനക്സിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡ്സ്, പെർമിഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് chmod. പിന്നെ കോംപ്ലക്സിറ്റീസ് ഇത് കണ്ടോ, ഇതെല്ലാം ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസാ. വീണ്ടും ഇത് കണ്ടോ, കോഡ് കൊടുത്തിട്ടാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. എത്ര ബൈറ്റ് അലോക്കേഷൻ ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അസിസ്റ്റന്റ് ഡാറ്റാബേസ്. സെയിം സിലബസ് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എങ്ങനെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് പറയാം. നമ്മൾ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഡെയിലി പഠിക്കുക. ഇപ്പൊ പഠിക്കുന്ന പ്രായം എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഈ PSCയുടെ പുറകെ പോകുന്നത്, അല്ലെ? സോ പഠനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. സോ നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും എക്സസൈസിൽ എൻഗേജ് ചെയ്തിരിക്കുക. കാരണം അത് ചെയ്യുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ബ്ലഡ് ലെവൽ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് കൂടുതൽ എനർജി നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. കാരണം വേറെ നമ്മൾ എത്ര ഭാരപ്പെട്ട പണി ചെയ്യുന്നതിലും പെട്ടെന്ന് ടയേർഡ് ആകുന്ന ഒരു സംഭവമാണ് ബ്രെയിനിനെ കൊണ്ട് പണിയെടുപ്പിക്കാണ്, അല്ലെങ്കിൽ ബ്രെയിനിന് സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കുകയാണെന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു, സോ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി ഭയങ്കര ഹെവി വർക്ക്ഔട്ട് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളുടെ ബോഡിയിൽ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒന്ന് കാം ആൻഡ് കൂൾ ആയിട്ടിരിക്കുക. ഇപ്പം 108 ദിവസം സ്റ്റഡി പ്ലാൻ തന്നു, അതിലൊരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത്. 100 ദിവസം കൂടെ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി ലെവൽ എത്രയായിരിക്കും? ഓക്കെ. സോ നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അനലൈസ് ചെയ്യുക. ഓക്കെ, 100 ദിവസം ആണ് ഞാൻ മനസ്സിൽ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആ 100 ദിവസത്തിനകത്ത് എനിക്കിനി ഏതൊക്കെ സബ്ജക്ട് ഇന്ന രീതിയിൽ പഠിച്ചാൽ പറ്റും. ചില സബ്ജക്ട് എനിക്ക് എങ്ങനെ പോയാലോ അതിൽ നിന്ന് മാർക്ക് കിട്ടാറുണ്ട്,
ചിലത് എനിക്ക് കുറച്ച് ടഫായി. ഇങ്ങനെ ഞാൻ കറക്കി കുത്തിയാൽ പോലും ചിലപ്പോൾ എനിക്ക് ശരിയാവാത്ത സബ്ജക്റ്റ് ഉണ്ട്. അതിനെ എങ്ങനെ, അപ്പൊ അതെന്ത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ പല പല കാര്യങ്ങൾ തെളിഞ്ഞു വരും. പിന്നെ എല്ലാവരും വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് അല്ലാത്തവരാണെങ്കിൽ പോലും സ്ലീപ്പിന് പ്രയോറിറ്റൈസ് ചെയ്യും. കാരണം നമ്മൾ ഡംബായിട്ട് ബ്രെയിനിന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരുന്നു, ബ്രെയിനിന് റെസ്റ്റ് ഒന്നുമില്ല. പിന്നെ രാവിലെ എണീറ്റ് നിങ്ങൾ വർക്കിന് പോയിട്ട് വരുന്നു, വൈകിട്ട് വീട്ടിൽ വന്ന് പഠിക്കുന്നു. അപ്പൊ എന്താണ്, വളരെ കൺജസ്റ്റഡ് ആണ്. സോ സ്ലീപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ആരും ഉറങ്ങാതെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഡെയിലി ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഈ 120 ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഒരു റെഗുലർ എക്സർസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. എല്ലാവരും എക്സാം എഴുതുമ്പോൾ ആകെ 5 വേക്കൻസി ഉള്ളൂ. ഓക്കെ, ഈ 5 വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് എയിം ചെയ്ത് പഠിക്കുക. 5 ഉള്ളെന്നുണ്ടെങ്കിലും 5-നകത്ത് എനിക്ക് ഒരെണ്ണം മതിയല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കിട്ടിയാൽ മതി, അത് ആ പോസ്റ്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എന്താണ് സ്വയം ഒരു അവബോധം ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ് ചെയ്യുക. നമ്മള് 100 ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരു 2-3 മണിക്കൂർ എടുത്ത് ചെയ്യാതെ നമ്മൾ തന്നിരിക്കുന്ന എന്ത് ചെയ്യുക, PSC നമുക്ക് തന്നിരിക്കുന്ന 90 മിനിറ്റ്സ് എടുത്ത് തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്ന്. അതായത് നിങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ പഠിച്ചിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ വരുന്ന ഏരിയാസ് നിങ്ങൾ അനലൈസ് ചെയ്ത് ആ പെർഫോമൻസ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. അക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, തെറ്റായി പോയത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ സിമിലർ ആയിട്ടുള്ള മിസ്റ്റേക്സുകളും മനസ്സിലാക്കി ഫ്യൂച്ചറിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ്സ് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഓൾറെഡി തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ലെക്ചർ ടെസ്റ്റ് ആണ്. ഓരോ ക്ലാസ്സിലും നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കേൾക്കുന്ന ഓരോ ക്ലാസ്സിലും നമ്മൾ ലെക്ചർ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സ്റ്റഡി പ്ലാനിൽ പോകുന്ന സബ്ജക്ട് ഏതാണോ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള വീക്ക്ലി ടെസ്റ്റ് ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡി പ്ലാനോടൊപ്പം തന്നെ നിങ്ങളുടെ ടൈം കണ്ടെത്തി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാവും. മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സർപ്രൈസ് ടെസ്റ്റുകൾ, ഇപ്പൊ ഏതെങ്കിലും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സർപ്രൈസ് ടെസ്റ്റ്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സബ്ജക്ട് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, 24/7 മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വഴി നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നതാണ്. ആ ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യാൻ നിങ്ങൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുക. അത് ഇതുപോലെ ഡൗട്ട് വരുമ്പോൾ ഷെയർ ചെയ്യുക, ഫാക്കൽറ്റീസിന്റെ അതിന്റെ റെസ്പോൺസ് കിട്ടുക. അങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഡെയിലി ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ പോളായിട്ട്, അതായത് ക്വിസ് പോളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 1 to 2 മിനിറ്റ്സ് എടുക്കുള്ളൂ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മുമ്പ് വന്ന പ്രോഗ്രാമർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഏണസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോസ്റ്റിൽ ജോയിൻ ചെയ്തു, PSC അഡ്വൈസ് കിട്ടി ജോയിൻ ചെയ്തവരാണ്. നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇതേ ഒരു കാലയളവിൽ വിളിച്ചൊരു പോസ്റ്റ് ആയിരുന്നു. അതിൽ നമ്മുടെ മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് PSC അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന നമ്മുടെ
ഒരു ഇതായിരുന്നു ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അതിന്റെ ഓൾമോസ്റ്റ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഒരു 75 ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഫസ്റ്റ് 10 റാങ്കുകൾ അടുപ്പിച്ച് വന്ന 10 റാങ്കുകൾ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിക്കാണ് ലഭിച്ചത്. അതിനകത്ത് അഡ്വൈസ് 37 അഡ്വൈസും പോയി കഴിഞ്ഞു. അതിനകത്ത് മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും ഏണസ്റ്റ് അക്കാദമിയിലായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിസൾട്ട്. ഇപ്പം എന്താണ് നമുക്ക് ഇത്രയും ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള അക്കാദമിയാണ് നമ്മുടെ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷുവർട്ടി ഉള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് PSCയുടെ അതേ മോഡലിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ഒരു പ്രീമിയം ബാച്ച് ഇപ്പോഴും നമ്മുടെ അക്കാദമിയിൽ റണ്ണിങ് ആണ്. അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയും മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് അത് സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ കേൾക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് പോസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ടെസ്റ്റുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു. ലെക്ചർ ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ എന്താണ് പറയേണ്ടത്? ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏണസ്റ്റ് അക്കാദമി ഈ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് എന്താണ് ഒരു മുഖമുദ്ര തന്നെ പതിപ്പിച്ചു എന്ന് പറയാം അല്ലെ. അപ്പം നമ്മുടെ അതൊരു കോച്ചിങ്ങിന്റെ ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ പ്രീമിയം ബാച്ചിൽ തന്നെ കയറാനായിട്ട് നോക്കുക. നമ്മൾ ഈ ഒരു 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ അതിൽ ഡേയ്സ് കളയാതെ നിങ്ങൾ എത്രയും മാക്സിമം ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. സോ ഇന്നത്തെ വെബിനാറിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ചോദിച്ച എല്ലാ ക്വറിയും ഞാൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയുന്നു. ടോട്ടലി 5 വേക്കൻസീസ് ആണ് 2 പോസ്റ്റിനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എക്സാം സ്ലോട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ഇങ്ങനെ ഒരു സ്ലോട്ട് വരുമ്പോൾ നമുക്ക് കാലണ്ടർ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന്റെ വരെയാണ് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. കൺഫർമേഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇത് ഏത് എക്സാം സ്ലോട്ട് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എന്നാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. മിക്കവാറും ജൂലൈ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നമുക്ക് എക്സാം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേക്കൻസി എന്ന് പറയുന്നത് ഫ്രഷ് വേക്കൻസി ആണ് പറയുന്നത്. ആരോ ചോദിച്ചിട്ടുണ്ട് ജനറൽ ഉള്ളിയാണോ, 1-4 ജനറൽ ഉള്ളിയാണോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ലാസ്റ്റ് പ്രോഗ്രാമറിന്റെ എന്താണ് PSCയുടെ അഡ്വൈസ് പോയതിനനുസരിച്ച് ആ സ്ലോട്ട് ഒരു റാങ്ക് ചാർട്ട് ഉണ്ടല്ലോ, ആ ചാർട്ടിനനുസരിച്ചുള്ളതായിരിക്കും വേക്കൻസീസ് വരുന്നത്. പിന്നെ ഫ്രഷ് വേക്കൻസി ആകുമ്പോൾ തന്നെ PSC അലോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ വേക്കൻസിന്ന് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മുടെ അക്കാദമിയിലെ നമ്പർ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക. ഈ ബുക്കിന്റെ ആണെന്നുണ്ടെങ്കിലും കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ക്വറീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഇത് സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഗുഡ് നൈറ്റ്.